പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ ടെസ്റ്റിലും അരിതമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി അരിതമെറ്റിക് സീക്വൻസ് 7, 10, 13, etc. വാട്ട് ഈസ് ദ റിമൈൻഡർ when the terms are divided by its common difference? ഈ സീക്വൻസിലെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് ഇട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ഡിജിറ്റ് ടേം ഏതായിരിക്കും വരിക? Second question, 10th term of an arithmetic sequence is 24 and its 14th term is 36. What is the common difference of this sequence? 10th termും 14th termും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ്? അല്ലേ, കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടേംസും ആണെങ്കിലും കാണാം. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, 10th term of an arithmetic sequence is 21. What is the sum of its 6th term and 10th term? 8th term 21 ആണെങ്കിൽ 6th termും 10th termും കൂടി ആഡ് ചെയ്താൽ എത്ര വരും? അപ്പോൾ 8th term സീക്വൻസിൻ്റെ ഏത് ടേമാണ്, എവിടെ വരുന്ന ടേമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് 15th term? ഫസ്റ്റ് ടേമും 15th term കൂടി ആഡ് ചെയ്താൽ എത്രയാണ് വരിക? കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 15 terms. 1 മുതൽ 15 വരെയുള്ള ടേംസുകളുടെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 4n + 7. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്? സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10th term ആൻഡ് 20th term ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 20th termും 10th termും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? നെക്സ്റ്റ്, വാട്ട് ഷുഡ് ബി ആഡഡ് ടു ഇറ്റ്സ് 12th term ടു ഗെറ്റ് 18th term? 12th termനോട് കൂടെ എത്ര ആഡ് ചെയ്താലാണ് ഈ സീക്വൻസിൻ്റെ 18th term കിട്ടുന്നത്? നെക്സ്റ്റ്, ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ആർ ഇൻ ആൻ അരിതമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ്? ഒരു പെൻറ്റഗൺ അല്ലേ, പെൻറ്റഗണിൻ്റെ ആംഗിൾസുകളാണ് അരിതമെറ്റിക് സീക്വൻസിലെ ടേംസുകളായിട്ട് വരുന്നത്. അപ്പോൾ പെൻറ്റഗണിന് ടോട്ടൽ എത്ര ആംഗിൾസുകളുണ്ട് നോക്കണം. ഈ ആംഗിൾസുകളുടെ സം എത്രയും നോക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മിഡിൽ ടേം ഓഫ് ദ സീക്വൻസ്? അങ്ങനെയാണെങ്കിൽ പെൻറ്റഗണിൻ്റെ ആംഗിൾസുകൾ നമ്മളൊരു അരിതമെറ്റിക് സീക്വൻസിൽ എഴുതുകയാണെങ്കിൽ അതിൽ മിഡിൽ ടേം അല്ലെങ്കിൽ മിഡിൽ ആംഗിൾ എത്രയാണ് വരിക? ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് ദിസ് പെൻറ്റഗൺ ഈസ് 42, then what will be its largest angle? ഇത് സ്റ്റാർട്ടിങ് അല്ലേ, സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗിൾ അത് 42 ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. 6th question, 4th and 5th terms of an arithmetic sequence are 25 and 29. What is the common difference of this sequence? 4th term 25, 5th term 29 ആണ്. ഓക്കെ അല്ലേ, ഒരു സീക്വൻസിൽ ഏതെങ്കിലുമൊക്കെ 2 ടേംസുകൾ തരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടെത്താനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 9th term ഓഫ് ദിസ് സീക്വൻസ്? ഫസ്റ്റ് ടേമും 9th termും കൂടി ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? അപ്പോൾ ഫസ്റ്റും 9th ഏത് ടൈപ്പ് ടേംസുകളാണ് വരുന്നത് നോക്കണം. പെയർ ആണോ മിഡിലാണോ എന്നൊക്കെ നോക്കുക. വാട്ട് ഈസ് ദ 8th term ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ 8th term എത്രയാണ്? അപ്പോൾ 8th termൻ്റെ പ്രത്യേകത നോക്കണം. ഈ സീക്വൻസിൽ എവിടെയാണ് 8th term വരിക? സെൻറ്ററിലാണോ
അല്ലെങ്കിൽ എൻഡിലാണോ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 7th, consider the arithmetic sequence 1, 7, 13, 19, etc. 169. Write the algebraic form of the sequence. സീക്വൻസിൻ്റെ algebraic form എഴുതണം. How many terms are there in this sequence? ഈ സീക്വൻസിൽ ടോട്ടൽ എത്ര ടേംസുകളാണുള്ളത്? അപ്പോൾ ഇതിൽ ലാസ്റ്റ് ടേം 169 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രാമത്തെ ടേം ആണ് 169 എന്ന് കണ്ടെത്തിയാൽ മതി. Which term comes in the middle of the sequence? ഈ സീക്വൻസിൽ മിഡിലിൽ വരുന്ന ടേം ഏതാണ്? What is the sum of 14th and 16th term of this sequence? സീക്വൻസിൻ്റെ 14th ടേമും 16th ടേമും ആഡ് ചെയ്താൽ എത്ര വരും? Last question. We know that a 12-sided polygon has angle sum 1800 degree. If the angles of this polygon make an arithmetic sequence, then what is the sum of angles which are the 6th and 7th term of the sequence? 12 ആംഗിൾസുകളാണ് ടോട്ടൽ വരുന്നത് അല്ലേ? 12 സൈഡ് ഉണ്ടെങ്കിൽ 12 ആംഗിൾസുകൾ വരും. അങ്ങനെയാണെങ്കിൽ 6th 7th ആംഗിൾസുകൾ, ആ പൊസിഷനിൽ വരുന്ന ആംഗിൾസുകൾ ആഡ് ചെയ്താൽ എത്രയാണ് വരിക? നെക്സ്റ്റ്, if the largest angle is 172 degree, then what is its smallest angle? അതായത് 12th ആംഗിൾ, ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ 12th ആംഗിൾ ആയിരിക്കും വരിക. അപ്പോൾ 172 ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 adjacent angles ഓഫ് ദിസ് പോളിഗൺ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? 2 അഡ്ജസൻ്റ് ആംഗിൾസുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അഡ്ജസൻ്റ് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? വാട്ട് ആർ ദ ആംഗിൾസ് കംസ് ഇൻ ദ മിഡിൽ ഓഫ് ദിസ് സീക്വൻസ്? അപ്പോൾ ഈ സീക്വൻസിൽ മിഡിലിൽ വരുന്ന ആംഗിൾസുകൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ്, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ 12-sided പോളിഗൺ വിത്ത് ആംഗിൾസ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ് 100 ഡിഗ്രി? അതായത് 12 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ ആംഗിൾസുകൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതുകയാണെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ ആംഗിൾ 100 ഡിഗ്രി എടുക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100 ഡിഗ്രി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ് ആണ് മാക്സിമം. ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ച് ചെയ്ത് 25 മാർക്സും സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കും. ഓക്കെ, താങ്ക് യു.